എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് വളരെയധികം മാനസിക വിഷമത്തോടെയാണ്. കാരണം ഇന്നലെ ജീവിതം ജീവിച്ച് കൊതി തീരാത്ത ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. തൻ്റേതല്ലാത്തൊരു കാരണത്താലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാം അറിഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവതി അവളുടെ റീച്ചിന് വേണ്ടി അവളുടെ ചാനൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ഒരു പാവ മനുഷ്യൻ്റെ ജീവിതമാണ് കളഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മാതാപിതാക്കൾ, ആ കുടുംബത്തിൻ്റെ ഏക വരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായി കിട്ടുന്ന വേതനം. അത് ഒരു സാമൂഹ്യ ദ്രോഹി എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ത്രീ നശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ ഒരുപാട് പേർ അവർക്ക് പരസ്യമായ പിന്തുണയായിട്ട് വരാറുണ്ട്. പലരും, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ വരാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് ആണോ പെണ്ണെന്ന വ്യത്യാസമില്ലാതെ നീതി നിഷേധിക്കപ്പെട്ട ആരായാലും അവർക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയായിരിക്കണം ഈ സമൂഹവും ഈ കോടതിയും പോലീസുകാരൊക്കെ നിൽക്കേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ചെയ്ത് തെറ്റാനാണ്. സത്യത്തിൽ ബെല്ലടിച്ചപ്പോൾ ഇറങ്ങാൻ വേണ്ടി സ്റ്റോപ്പിലേക്ക് പോകുന്നു. അത് ശരിക്കും നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് തനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു യുവതി ചെയ്ത വൃത്തികെട്ട രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഓരോ മാനസികാവസ്ഥയായിരിക്കുമല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ പോടി പുല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവായിരിക്കും. ഇപ്പോൾ അത്രേ ഉള്ളൂ, നമ്മളെന്നാൽ യേശുവിനില്ല. പക്ഷേ എല്ലാവർക്കും ഒരേ മാനസിക ഇത് അല്ലല്ലോ. ചിലർക്ക് മാനസികമായിട്ട് അത്ര അങ്ങോട്ട് പക്വത ഉണ്ടാവില്ല, ചിലർക്ക് ലോല ഹൃദയമായിരിക്കും. അത്തരം ആൾക്കാർ ചിലപ്പോൾ ഈ സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കുമെന്നൊക്കെ ആലോചിച്ച് ചിലപ്പോൾ വേണ്ട, ഇനി ഇങ്ങനെ ഈ നാണം കെട്ടൊരു ജീവിതം വേണ്ടാന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്ത ആൾക്കാർ ഒരുപാട് പേരെ എനിക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ഇത്തരം സ്ത്രീകളോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് വ്യാജമായി ഇത്തരം ആരോപണങ്ങൾ ചമച്ച് ഒരു മനുഷ്യൻ്റെ പോലും ജീവിതം തകർക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മളറിയാത്ത ഒരാൾ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, അയാളുടെ ജീവിത സാഹചര്യം നമുക്കറിയില്ല. ഒരു ബസ്സിൽ പോകുമ്പോൾ നമ്മൾ എത്രയോ ആൾക്കാരെ കാണുന്നു. പല വീട്ടിൽ ജനിച്ച പലതരത്തിലുള്ള ആൾക്കാരാണ് ഒരു ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് ഭയങ്കരമായൊരു നഷ്ടമാണ്. എന്തായാലും സമൂഹവും പോലീസും അധികാരികളും ഒക്കെ ഇത്തരം പ്രവണതകൾ കാട്ടുന്നവരാരായാലും അവരെ തക്കതായ ശിക്ഷ നൽകി വീണ്ടും ഒരാൾക്ക് കൂടി ഇത്തരത്തിലൊരു വ്യാജമായ പരാതി ഉന്നയിച്ച് വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിൽ തക്കായ ശിക്ഷ നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ആ നാട്ടുകാർക്കോ അയൽവാസികൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ മോശമായൊരു അഭിപ്രായം പറഞ്ഞു കേട്ടില്ല. വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ്. അവൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന കുടുംബത്തിൻ്റെ ഭാവിയാണ് ഒരു പെൺകുട്ടി തൻ്റെ റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ചു കൂടുതൽ ആളുകൾ എന്നെ അറിഞ്ഞോട്ടെ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ. ആ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ അവളുടെ പേരോ ഒന്നും എനിക്ക് അറിയേണ്ട. ഞാൻ വീഡിയോ കണ്ടിരുന്നു, ആരും ആയിക്കോട്ടെ. നമ്മൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ മറ്റൊരുൻ്റെ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ അവനെ ഹറാസ് ചെയ്തുകൊണ്ട്, ഒരു മാനസികമായ സമ്മർദ്ദം നൽകിക്കൊണ്ട് ഒരാളും ആണും പെണ്ണും ചെയ്യരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി കോലഞ്ചേരിയിൽ നിന്ന് പാമ്പാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ബസ്സിൽ തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാ സീറ്റും ഫുള്ളാണ്. നിൽക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ സീറ്റ് പോലും ഒഴിവുണ്ടായില്ല. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മുട്ടിക്കുന്ന കമ്പിയുള്ള അതിൽ ചാരി എന്ന് ഞാനും ഇപ്പുറ സൈഡിൽ ആ സുഹൃത്തും ചാരി എന്ന് വർത്തമാനം പറഞ്ഞ് പോകണം. സുഹൃത്ത് ചാരി എന്ന കമ്പിയുടെ ഒരു ഗ്യാപ്പിലാണ് അടുത്ത സ്ത്രീ ആ സീറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പെൺകുറിച്ച് ഇതുള്ള വീഡിയോ ഒക്കെ പലതും പിടിക്കുന്നുണ്ട്. ഇങ്ങേരോട് ചാരി എന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞു, ഇത്രയും നീങ്ങി നിന്നേ. അപ്പോൾ എടുക്കുമ്പോഴേക്ക് ഇവൻ പറഞ്ഞു, നീ പോലീസുകാരോട് നീങ്ങിക്കാൻ പറയാറായിരുന്നു വെച്ചു. പെട്ടെന്ന് പോലീസാന്ന് അറിഞ്ഞപ്പോൾ ഇവൾ പെട്ടെന്ന് ഇവളുടെ ഇതൊക്കെ മാറി. ഓ സോറി സാർ. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്ത് സോറി എന്ന്? നിനക്കങ്ങനെ പറ്റൂല്ലെങ്കിൽ നീ കാർ വിളിച്ച് പോടി, ഞാൻ ഈ കമ്പിമേലെ ചാരിന്നേ, നിന്റെ ദേഹത്ത് മുട്ടിയോ? സോറി സാർ എന്ന് പറഞ്ഞു. പോലീസുകാരെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മൊത്തം മാറി. അവൾ പിന്നെ വേഗം മൊബൈലൊക്കെ മടക്കി ബാഗിലേക്ക് വെച്ചിട്ടിരുന്നു. സത്യത്തിൽ അവൻ പോലീസല്ലായിരുന്നു, അവനെ കണ്ട ഒരു പോലീസ് ലുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ പോലീസാന്ന് അറിഞ്ഞപ്പോൾ ഇവള്
പെട്ടെന്ന് പേടിച്ചു. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത്. ഒരു സാധുവായ മനുഷ്യനെതിരെ എന്തും ചെയ്യാം, പക്ഷേ അധികാരം കയ്യിലുള്ളതിനാണ് നേരെ നടന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ആര് വീഡിയോ ചെയ്താലും, വ്യാജമായിട്ട് ചെയ്താലും, ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും, ഒരുവൻ്റെ കുടുംബജീവിതം അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഈ സ്ത്രീക്കെതിരെ മോശമായ വാക്കുകൾ പറയാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ടായി, ഏതാ ഇത്രയും വരെയും പോയി ഇവിടെ പുരുഷന്മാർക്കും ജീവിക്കണം. ശരിയാണ്, പുരുഷനും ജീവിക്കണം, സ്ത്രീക്കും ജീവിക്കണം. സ്ത്രീക്ക് മാത്രം ജീവിച്ചാൽ പോരാ. ഒരു പുരുഷനെതിരെ പരാതി വരുമ്പോൾ സമൂഹം ഒന്നടങ്കം അവൾക്ക് പിന്തുണ കൊടുക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പുരുഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അപൂർവം വരെയാണ് അത് പിന്തുണ കൊടുത്തു കണ്ടിട്ടുള്ളൂ. സത്യം അറിയാതെ നമ്മൾ ആരെയും വഴി ചാരരുത്. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഈ പെൺകുട്ടി മനഃപൂർവ്വം ചെയ്ത ഒരു തെറ്റാണ്. ഒരു കുടുംബമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം നടപടികൾ ആരെടുക്കാലും ഇവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കണം. കാരണം നാളെ ഒരുവൻ അല്ലെങ്കിൽ ഒരുത്തി ഇതേപോലെ ചെയ്യാൻ പാടില്ല. അതിനൊരു ശിക്ഷ, അവളങ്ങനെ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശിക്ഷ കിട്ടിയതുകൊണ്ട് നാളെ ഞാൻ ചെയ്യരുത്, ചെയ്താൽ എനിക്കും ദോഷമുണ്ടാവുമെന്ന് മനസ്സിലൊരു ചിന്ത വരുന്ന തരത്തിലായിരിക്കണം നിയമപാലകർ ഇവർക്ക് എതിരെ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് പറയും. എന്തായാലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിൽ നമ്മളെപ്പോലുള്ളവർ ഒരു ഉത്തരവാദികളാണ്. കാരണം സമൂഹം പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ടും ചെയ്യുന്നു. സത്യം അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് ഒരുപാട് പേര് ഷെയർ, റീച്ചും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് ഷെയർ പോയി. എന്തായാലും ആർക്കും ഇത്തരത്തിലുള്ള ഒരു ദുർവിധി ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു.